നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിൽ ഉദിച്ചുയർന്നു വന്ന ശുഭ നക്ഷത്രമായിരുന്നു ഡോക്ടർ തോമസ് ഐസക്, എം.എ. ബേബി, എം. വിജയകുമാർ. അങ്ങനെ പല വലിയ നക്ഷത്രങ്ങൾ ഉയർന്നു. ഇന്നത്തെ പോലെയൊന്നുമല്ല. അന്ന് അവരൊക്കെ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. വിവാദങ്ങളില്ല, തർക്കങ്ങളില്ല, എഴുതുന്നവരാണ്, വായിക്കുന്നവരാണ്, നല്ല താത്വിക ചർച്ചകൾ നടത്തുന്നവരാണ്. അവർ എന്ത് പറഞ്ഞാലും സമൂഹം ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് ഐസക്കൊക്കെ എന്ത് പറഞ്ഞാലും സമൂഹം ശ്രദ്ധിക്കും. അദ്ദേഹം എനിക്ക് 20 വയസ്സ് മുതൽ അദ്ദേഹത്തിനെ സമ്പൂർണ്ണ സാക്ഷരതയിലെ റിസോഴ്സ് പേഴ്സണായി ഞാൻ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം അന്ന് എൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അന്ന് മുതൽ പരിചയമുണ്ട്. പിന്നെ എർത്ത് സയൻസിൽ അദ്ദേഹം എൻ്റെ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എർത്ത് സയൻസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ പരിചയമുണ്ട്. പക്ഷെ വലിയ ആരാധനയായിരുന്നു തോമസ് ഐസക്കിനോട്. പക്ഷെ ആ തോമസ് ഐസക്കിൻ്റെ വീഴ്ചയാണ്, പതനമാണ് നമ്മൾ കേരള രാഷ്ട്രീയം കണ്ടത്. എന്തെല്ലാം വിഷയങ്ങളിൽ ചെന്ന് തോമസ് ഐസക് തലവെച്ചു. അഴിമതിയില്ല, പക്ഷേ എത്ര വിഷയങ്ങൾ, ഗ്രൂപ്പ് രാഷ്ട്രീയം, നാലാം ലോകം, അതുപോലെ തന്നെ സ്വപ്നയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആ കാലഘട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയാണ് തോമസ് ഐസക് തരണം ചെയ്തേണ്ടി വന്നത്. അതുപോലെ ഫാമിലിയുടെ കാര്യങ്ങൾ, വൈഫിൻ്റെ പ്രശ്നങ്ങൾ, മക്കളെ പ്രശ്നങ്ങൾ, കേസ്, ഒരുപാട് കാര്യങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ വന്ന് അദ്ദേഹത്തിൻ്റെ നാവ് പോലും വല്ലാതെ പിഴയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രയോഗം നടത്തി. നമ്മുടെ രമേഷ് പിഷാരടിക്കെതിരെ. രമേഷ് പിഷാരടി കോമാളിയാണ്, കോമാളി പരിപാടി, കോമഡി എന്ന് പറഞ്ഞെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ന്യായമാകൊണ്ട് ജാമ്യം കൊടുക്കാം. കോമാളികൾ നിൽക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ പാലക്കാട് എന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് ആരാണ് നിൽക്കുന്നത്? പെയ്ഡ് സീറ്റിലുള്ള ഒരു വ്യവസായിയല്ലേ നിൽക്കുന്നത്? പാലക്കാട് പോലെ ചുവന്ന മണ്ണിൽ എന്തേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടിയില്ല എന്ന് ഐസക്കിനോട് ആരെങ്കിലും ചോദിച്ചാൽ മലർന്നു കിടന്ന് തുപ്പരുത്. ഇനി ഇതിനേക്കാൾ വലിയ കോമാളിയോ, അല്ലെങ്കിൽ കോമാളി എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല, പക്ഷേ കോമഡി താരമായിരുന്ന, അറിയപ്പെടുന്ന കേരളത്തിലെ കോമഡി താരമായിരുന്നില്ലേ ഇന്നസെൻ്റ്? അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പിന്നെ ലോകസഭയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന്, അവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ലോകസഭയിലേക്ക് പോയില്ലേ ഇന്നസെൻ്റ്? അതുപോലെ തന്നെ പിന്നെ മുകേഷ് ഒരു പരിധിവരെ കോമഡി താരവുമാണ്, അല്ലാത്ത താരവുമാണ്. ഗണേഷ് എന്തിലെല്ലാം അഭിനയിച്ചിട്ട് ക്രൂര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്ന കരമന സുധീർ, അദ്ദേഹവും ഒരുപാട് പരുക്കൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആളാണ്. മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയെ പോലെയുള്ള ഭാവ നടനൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം നടക്കുകയില്ലേ? ഇനി മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞത്, പിന്നെ ഗണേഷ് മത്സരിച്ചു, ജഗദീഷ് മത്സരിച്ചു, ഭീമൻ രഘു മത്സരിച്ചു, കൊല്ലം തുളസി മത്സരിച്ചു. അങ്ങനെ എത്ര പേരാണ് മത്സരിച്ചത്? അഖിൽമാരാർ ഇപ്പോൾ മത്സരിക്കുന്നു. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടോ? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കലാകാരന്മാരല്ലേ? അയില ഉണ്ണികൃഷ്ണനും, അതുപോലെ തന്നെ പിന്നെ സാംബശിവനും, കടാമംഗല സദാനന്ദനുമൊക്കെ അടക്കമുള്ള ഹർഷകുമാറും ഉൾപ്പെടെയുള്ള കഥാപ്രസംഗം പറയുന്നവർ. പ്രത്യേകിച്ച് സാംബശിവൻ്റെ 20-ാം നൂറ്റാണ്ട് മുതലോയും എല്ലാ കഥകളിലും അദ്ദേഹം കമ്മ്യൂണിസം കയറ്റുമായിരുന്നു. പറഞ്ഞ് അവസാനം മുതലാളിത്തത്തിനെതിരെയുള്ള വർത്തമാനം കൊണ്ടുവരുമായിരുന്നു, രോമാഞ്ചമുണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ KPSC, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, തൃശ്ശൂർ പിന്നെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം സംഘചേതന, സൗപർണിക, വൈക്കം മാളവിക, എല്ലാ നാടക സംഘങ്ങളും കംപ്ലീറ്റ് പറഞ്ഞത് കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചും തൊഴിലാളി വർഗത്തെക്കുറിച്ചുമാണ്. ആ കലാകാരന്മാർ നൽകിയ സംഭാവന എത്രയോ വലുതാണ് മിസ്റ്റർ തോമസ് ഐസക് സാറേ. അങ്ങെന്തിനാണ് ഇങ്ങനെ അപഹാസ്യതനാകുന്നത്? അങ്ങൊരു കാരണവശാലും പറയാൻ പാടില്ലാത്ത പ്രയോഗങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് എം മണിയെപ്പോലുള്ളവർ പറയട്ടെ. പിണറായി വിജയൻ പിന്നെ അതൊരു ശൈലിയാണ്. ആളുകൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് അത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ, പ്രായമുണ്ട്, അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ വരും. താങ്കൾ PhD ഉള്ള ആളാണ്, ഒരു വലിയ സ്ഥാപനത്തിൽ പ്രൊഫസറായിരുന്ന ആളാണ്. ഒരു കാരണവശാലും താങ്കളുടെ വായിൽ നിന്ന് വരുന്നുകൂടാത്ത വാക്കുകളാണ് താങ്കൾ പറയുന്നത്. ഒരു സംസ്കാരത്തിൽ അതിന് പകരം ഇപ്പോൾ രമേഷ് പിഷാരടി ഒറ്റ വാക്കുകൊണ്ട് താങ്കളെ കംപ്ലീറ്റ് അടച്ചില്ലേ? എന്തേ മറുപടി പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അതേ നാണയത്തിൽ മറുപടി പറയാത്തത് എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തോമസ് ഐസക് സംസ്കാരമില്ലാത്തവനാണെന്നും തറയാണെന്നും കൂതറയാണെന്നുമൊക്കെ എന്തിനാണ് ഒരു കോമഡി താരത്തെ കൊണ്ട് പറയിക്കേണ്ടി വന്നത് എന്നാലോചിക്കുക. 10-20 വർഷമായി കോൺഗ്രസിൻ്റെ വേദികളിൽ വാദിശക്തമായി പോയി പ്രസംഗിക്കുകയും 50ഓളം സിനിമകളിൽ വിവിധ രൂപത്തിലുള്ള നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ചെറിയ കഥാപാത്രങ്ങൾ, വലിയ കഥാപാത്രങ്ങൾ, പിന്നെ കോമഡി കഥാപാത്രങ്ങൾ, കോമഡി അല്ലാത്ത കഥാപാത്രങ്ങൾ 50ഓളം സിനിമ, 2 സിനിമ സംവിധാനം ചെയ്തു, 1 സിനിമ എഴുതി, പിന്നെ 100 കണക്കിന് കോമഡി പരിപാടികൾ അവതരിപ്പിച്ചു. എന്തെല്ലാം ചെയ്തിട്ടുള്ളൊരു കലാകാരനാണ്. രമേഷ് പിഷാരടിയെ പോലുള്ളൊരു ധർമ്മജൻ ബോൾഗാട്ടി മത്സരിക്കട്ടെന്നേ. ആളുകൾ മത്സരിച്ച് ജയിച്ച് ജനാധിപത്യത്തിൽ ചാർലി ചാപ്ലിനും മത്സരിക്കാം, എല്ലാവർക്കും മത്സരിക്കാം. ജനാധിപത്യത്തിൽ ആളുകൾ മത്സരിച്ച് വരട്ടെ. അത് രാഷ്ട്രീയ പാർട്ടികൾ നമ്മളിട്ടാൽ തോമസ് ഐസക് സാറിൻ്റെയൊക്കെ ഒരു ന്യായമുണ്ട്. നമ്മളിട്ടാൽ ബെർമുട, നിങ്ങളിട്ടാൽ വള്ളി നിക്കർ. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് തോമസ് ഐസക് സാറെ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരാകരിച്ചത്. ഇന്ത്യയിൽ 35 വർഷക്കാലം ഭരിച്ചിരുന്ന ബംഗാളിൽ ജനങ്ങൾ പാർട്ടി ആഫീസ് വരെ എടുത്ത് നാട്ടുകാർക്കും വേറെയുള്ളവർക്കും BJPക്ക് കൊടുത്തത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ത്രിപുരയിൽ എല്ലാ സ്റ്റേറ്റിലും MLA മാരുണ്ടായിരുന്ന, എല്ലാ സ്റ്റേറ്റും നോർത്ത് കിഴക്ക് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഒഴിച്ചാൽ ബാക്കി പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം MLA മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് AKജിയുടെ കാലഘട്ടത്തിൽ. അത് വന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരു സീറ്റ്, രാധാകൃഷ്ണൻ്റെ സീറ്റ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ തമിഴ്നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റാലിൻ്റെയും പലരുടെയും സഹായത്താൽ കിട്ടിയ സീറ്റുകളല്ലേ. ഒരേ ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. എന്നിട്ടും അഹങ്കാരത്തിനും ഈ തരത്തിലെ വർത്തമാനത്തിനും ഒരു കുറവുമില്ല. പക്ഷേ ഇത് തോമസ് ഐസക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് കേരളം. ഞാൻ പറഞ്ഞു, MM മണിയോ K അനിൽകുമാറോ ചാനൽ ചർച്ചയെ വരുന്നവരോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ജയിക്കോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിള്ളേർ പറയട്ടെ, അവർ പറഞ്ഞോട്ടെ, തെറി പറഞ്ഞോട്ടെ. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്ക് ഇത് പറയാൻ പാടില്ല, ഒരു കാരണവശാലും പറയാൻ പാടില്ല. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് തെറ്റായിപ്പോയി. താങ്കൾ ആ പ്രയോഗം പിൻവലിക്കണം, ഖേദം പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ സുധാകരനെക്കുറിച്ചും താങ്കൾ പറഞ്ഞ് ശരിയായില്ല. എത്രയോ പാർട്ടികളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് ആളുകൾ വരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു, CPMലേക്ക് വരുന്നു, CPM നിന്ന് പോകുന്നു. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നതും പോകുന്നതും അപരാധമാണോ? ഒരു അപരാധമില്ല ഡോക്ടർ തോമസ് ഐസക്. ഈ ഓരോരുത്തരുടെ കാലഘട്ടത്തിൽ അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ഏതെങ്കിലുമൊക്കെ സ്പേസിൽ നിന്ന് ചെയ്യുക എന്നുള്ളതിനപ്പുറം എന്ത് ആദർശമാണുള്ളത്, എന്ത് ആശയമാണുള്ളത്, എന്തെങ്കിലുമുണ്ടോ ഏതെങ്കിലും പാർട്ടിയിൽ? എല്ലാ പാർട്ടികളും വികസനമെന്ന പേരിൽ മത്സരിക്കുന്നു, എല്ലാവരും ഇത് പറയുന്നു. വർഗീയത പറയാത്ത ആരാണ് ഇവിടെ ഉള്ളത്? വർഗീയതയെ പ്രയോജനപ്പെടുത്താത്ത ആരാണുള്ളത്? വർഗീയ പ്രീണനം നടത്താത്ത ആരാണുള്ളത്? ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പ്രീണനവും ഒക്കെ മാറി തരാതരം പോലെ മത്സരിച്ചിട്ടുള്ളവരല്ലേ, അല്ലെങ്കിൽ അത് പരീക്ഷിച്ചിട്ടുള്ളവരല്ലേ തോമസ് ഐസക് സാറേ താങ്കളുടെ പാർട്ടിയും. അതുകൊണ്ട് താങ്കളുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ശുഭനക്ഷത്രം പോലെ, സൂര്യനെ പോലെ, സൂര്യ തേജസ് പോലെ ഇത് ചേർന്ന് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് പൊളിറ്റിക്കലായും അക്കാഡമിക്കായും എത്തേണ്ട താങ്കൾ ഈ നാലാംകിട വർത്തമാനം പറയുന്ന ഒരാളായി മാറിപ്പോയതിൽ വിഷമമുണ്ട്, സങ്കടമുണ്ട്. സോറി സാർ, ഇങ്ങനെ പറയേണ്ടി വന്നതിൽ വലിയ പ്രയാസവുമുണ്ട്.